ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും ഒരു ഡിന്നറിനും ഒക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഗോതമ്പിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മൈദാ മാവും യൂസ് ചെയ്യാമേ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ഒരു സ്പൂൺ കൊണ്ട് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലൊരു ദോശമാവിൻ്റെ പരുവത്തിൽ നമ്മൾ ഇതങ്ങ് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അത് നല്ലോണം അതങ്ങ് ലൂസായി തന്നെ കിട്ടും കേട്ടോ. കട്ടകളൊക്കെ നല്ല രീതിയിലൊന്ന് ഉടഞ്ഞു കിട്ടാനായിട്ട് സഹായിക്കുകയെ. അപ്പോൾ നമ്മളിതാ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതാ ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ നമ്മളങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മതി കേട്ടോ. ഇതാണ് മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ദോശ തവ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് തടയി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലൊന്ന് തടയി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്ഥാനത്ത് നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാമേ. അപ്പോൾ ഓയിലൊന്ന് ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് ഒരു 2 തവിയോ 1 തവിയോ മാവെടുത്ത് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് നമുക്കിങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം എത്രത്തോളം നൈസായിട്ട് ചുറ്റിക്കാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് ചുറ്റിച്ചോളൂ കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് അതൊന്ന് വെന്ത് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കതൊന്ന് മറിച്ചിട്ടിട്ടതിന് ശേഷം നമുക്ക് മറു സൈഡിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ വെച്ച് കൊടുക്കണം കേട്ടോ. അതായത് നമുക്കൊന്ന് ചീസുകൾ വെച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം ചെറിയ ചെറിയ ചീസാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് ഞാൻ ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളതിൽ ഗ്രേറ്റ് ചെയ്യാനുള്ളതുണ്ടെങ്കിൽ അത് ഈ സ്ഥാനത്ത് അത് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ചീസെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീസ് വെച്ചതിന് ശേഷം ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. സാധാരണ ഗോതമ്പിൽ തയ്യാറാക്കുമ്പോൾ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്താൽ അവർ ഉറപ്പായിട്ടും കഴിച്ചോളും കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അതുപോലെ രാവിലെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ കുറച്ച് സവാള ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഒന്ന് തൂവി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി. നമുക്ക് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി മാത്രം, ആ ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടി മാത്രം കുറച്ചൊരു ചില്ലി ഫ്ലെക്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഓപ്ഷനിലാണ്. ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ ഈ കുരുമുളക് ഇടുന്നത് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പക്ഷേ നമ്മൾ ചീസൊക്കെ നല്ലോണം ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ കുരുമുളകിൻ്റെയും ചില്ലി ഫ്ലെക്സിൻ്റെയും ഒന്നും എരിവൊന്നും വരില്ല കേട്ടോ. കുട്ടികളാണെങ്കിലും സിമ്പിളായിട്ട് കഴിച്ചോളൂ. അപ്പോൾ അതിൽ എന്താണ് കുറച്ച് കുരുമുളകും കൂടെ ഇട്ടതിന് ശേഷം ഇനി അതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് ചീസും കൂടെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ചീസും കൂടെ വെച്ചതിന് ശേഷം നമുക്ക് ഇത് ദോശ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നമുക്കൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ. കേട്ടല്ലോ, നമ്മൾ ഒരു സൈഡിലോട്ടാണ് കേട്ടോ വച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുത്ത് നമുക്ക് ഈ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തവി കൊണ്ട് എന്തെങ്കിലും പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ സൈഡൊക്കെ ഒന്ന് അടഞ്ഞിട്ട് ഇനി നമുക്ക് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് 2 സൈഡും ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചെറുതായിട്ട് നിറമൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിത് മാറ്റാമേ. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിക്കണം കേട്ടോ. അപ്പം നമുക്ക് മറിച്ചും തിരിച്ചു ഇട്ട് കൊടുത്ത് നമുക്കിതങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡും ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് മാറ്റാം കേട്ടോ. അപ്പം ഇതേപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികളൊക്കെ ഉറപ്പായിട്ടും കഴിച്ചോളും. അതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. സാധാരണ നമ്മൾ സിമ്പിളായിട്ട് ഗോതമ്പ് ദോശയൊക്കെ കലക്കി ചുടുന്നതിന് പകരമായിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കൂ. നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡുമായി സിമ്പിളായിട്ടുള്ള ഒരു ഫുഡുമായി കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഒരു 3 ദോശ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാണ്, നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. കണ്ടല്ലോ, നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാമേ. അപ്പോൾ ഞാൻ ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ചീസെല്ലാം നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം മെൽറ്റായി നല്ല ടേസ്റ്റോടു കൂടിയുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്